Hi everybody, and a warm welcome to another video session of MTM College. Myself, I am Muhammad Fasil from Department of Commerce. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ KCMMFൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടും ഫങ്ഷൻസിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇവരുടെ സോഴ്സ് ഓഫ് ഫണ്ട്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഒരു സംവിധാനം കൂടിയുണ്ട്. അതാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് NDDB. അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പോൾ മാനേജ്മെൻറ്റ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ജനറൽ ബോഡി ആണെന്നും ജനറൽ ബോഡി രൂപീകരിക്കുന്നത് അഫിലിയേറ്റഡ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ജനറൽ ബോഡി രൂപീകരിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ മാനേജ്മെൻറ്റിനെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ KCMMFൻ്റെ ഫൈനൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ബോഡി തന്നെയാണ്. അതിൻ്റെ ജനറൽ ബോഡി എന്ന് പറയുന്നത് അഫിലിയേറ്റഡ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, എല്ലാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ മാനേജ്മെൻറ്റിന് ജനറൽ മാനേജ്മെൻറ്റിൻ്റെ അധികാരം KCMMFൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലാണ് നൽകപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിനാണ് നൽകപ്പെട്ടുള്ളത്, അല്ലെ? KCMMFൻ്റെ മിൽമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള KCMMFൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് അതിൻ്റെ ഡേ ടു ഡേ മാനേജ്മെൻറ്റിനുള്ള അധികാരം നൽകിയിട്ടുള്ളത്. അതെങ്ങനെയാണ് രൂപീകരിക്കപ്പെട്ടുള്ളത് അത് നോക്കുക. അത് ഇങ്ങനെയാണ് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ചെയർമാൻ ഓഫ് അഫിലിയേറ്റഡ് യൂണിയൻസ് 3. അഫിലിയേറ്റഡ് യൂണിയനുകളുടെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളുടെ 3 ചെയർമാന്മാരും ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് വരും, അല്ലേ? കേരളത്തിലാകെ 3 മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളാണുള്ളത്, റീജിയണൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകളുള്ളത്. അതിൻ്റെ ചെയർമാന്മാരും. രണ്ടാമത്തെ ഡയറക്ടർ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ക്ഷീര വികസന വകുപ്പിൻ്റെ ഡയറക്ടർ ഇതിൽ ഒരു മെമ്പറായിട്ട് വരും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ. അടുത്ത 2 ഇലക്റ്റഡ് ഡയറക്ടേഴ്സ് നോമിനേറ്റഡ് ബൈ ഈച്ച് അഫിലിയേറ്റഡ് യൂണിയൻസ്, അല്ല, ഓരോ അഫിലിയേറ്റഡ് യൂണിയൻസിനും 2 ഡയറക്ടർമാരെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ 3 യൂണിയനുകളിൽ നിന്നും 6 ഡയറക്ടർമാർ വരുമല്ലോ, അങ്ങനെ 6 പേര് ഓരോ അഫിലിയേറ്റഡ് യൂണിയനുകളിൽ നിന്നും ഈ 2 ഡയറക്ടർമാരെ വെക്കാം. അങ്ങനെ 6 പേര്. റെപ്രസെൻറ്റേറ്റീവ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, സംസ്ഥാന ധനവകുപ്പിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു പ്രതിനിധി ഉണ്ടാവും. 2 നോമിനീസ് ഓഫ് NDDB നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ്, അല്ല, അതിൻ്റെ 2 നോമിനികൾ വരും. മാനേജിങ് ഡയറക്ടർ, മിൽമയുടെ ഒരു മാനേജിങ് ഡയറക്ടർ ഉണ്ട്, അല്ലെ, MD ഉണ്ട്. അത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന ആളാണ്, അയാൾ വരും. അല്ലാതെ അദ്ദേഹം ഒരു IAS ഉദ്യോഗസ്ഥനൊക്കെ ആയിരിക്കും. അടുത്തത് സെക്രട്ടറി ടു ഗവൺമെൻറ് ഇൻ ചാർജ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെക്രട്ടറി, ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി, അത് മറ്റൊരു മെമ്പറായിട്ട് വരും. റെപ്രസെൻറ്റേറ്റീവ് ഓഫ് വുമൺ, വനിതാ പ്രാതിനിധ്യം, 3 വനിതാ പ്രാതിനിധ്യത്തിൻ്റെ പേരിൽ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. SC/ST റെപ്രസെൻറ്റേറ്റീവായിട്ട് ഒരാളെയും നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും ആളുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടാക്കുന്നത് KCMMFൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സായിട്ട് തീരുമാനിക്കപ്പെടുന്നത്. ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ജനറൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഡേ ടു ഡേ മാനേജ്മെൻറ്റ് കൈകാര്യം ചെയ്യുന്നത്. ഇത് നമ്മൾ പറയുന്നത് സോഴ്സ് ഓഫ് ഫണ്ടുകളെ കുറിച്ചിട്ടാണ്. എന്തൊക്കെയാണ് സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് നോക്കാം. ഷെയർ ക്യാപിറ്റൽ ആൻഡ് എൻട്രൻസ് ഫീസ്, ഷെയർ ക്യാപിറ്റലും എൻട്രൻസ് ഫീസുമാണ് ഒന്നാമത്തെ സോഴ്സ് ഓഫ് ഫണ്ട്. മറ്റൊരു സോഴ്സ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആൻഡ് അതർ റിസർവ്, അല്ല, റിസർവുകളും സർപ്ലസും. ഡിബെഞ്ചറുകൾ, അല്ല, ലോങ് ടേം ഫണ്ടാണ് ഡിബെഞ്ചറുകൾ. ഗ്രാൻഡ് സബ്സിഡീസ് ആൻഡ് ഡൊണേഷൻ, ഗ്രാൻഡ്സും സബ്സിഡീസും ഡൊണേഷൻ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് കിട്ടുന്നതാണ്. ലോൺസ് ഫ്രം NDDBയിൽ നിന്നും എടുക്കാവുന്ന ലോണുകൾ. ഇത്രയും ചേർന്നാണ് ഇതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ടുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് KCMMFനെ കുറിച്ചിട്ട് പറയാനുള്ളത്. KCMMFൻ്റെ മാനേജ്മെൻറ്റും ജനറൽ ബോഡിയും മാനേജ്മെൻറ്റും അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഫണ്ട്സും നമ്മൾ ഇവിടെ പറഞ്ഞു. ഓക്കെ, ഇനി
നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. KCMMOFനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് NDDB എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെ ഈ ഭാഗം കൈകാര്യം ചെയ്യാം. അപ്പോൾ എന്താണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് നോക്കാം. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ 1965. ദ പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി ടുക്ക് ഇനിഷ്യേറ്റീവ് ആൻഡ് ഗേവ് ഡയറക്ഷൻ ഫോർ സ്റ്റാർട്ടിങ് ദിസ് ബോർഡ്. അല്ലേ, 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായത്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇതിന് മുൻകൈ എടുത്തത്. നോക്കാം എന്താണ് അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. The responsibility of NDDB is to organize and oversee the planning and execution of dairy development programs throughout the country. അല്ലെ, ഈ രാജ്യമെമ്പാടുമുള്ള ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടപ്പിലാക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അല്ലെ, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവാദിത്വം എന്നാണ്. രാജ്യമെമ്പാടുമുള്ള ഡയറി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് നടപ്പാക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓവർസീ ചെയ്യുക, മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഡയറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇറ്റ് മേക്സ് ടെക്നിക്കൽ ഗൈഡൻസ് ടു വേരിയസ് സ്റ്റേറ്റ്സ് in setting up of projects of overall development of milk production, processing and marketing in the country. അല്ലേ, രാജ്യത്ത് പാലുൽപാദനവും അതുപോലെ അതിൻ്റെ പ്രോസസ്സിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സഹായങ്ങൾ നൽകുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത് 1965 സ്ഥാപിതമായത്. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുത്തത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് രാജ്യമെമ്പാടും ക്ഷീര വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൻ്റെ മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാജ്യത്ത് ക്ഷീര വികസനത്തിനും അതിൻ്റെ പ്രോസസ്സിങ്ങിനും അതുപോലെ ക്ഷീരോത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും അതിൻ്റെ പ്രോസസ്സിങ്, മാർക്കറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾക്കുള്ള പ്രൊജക്റ്റുകൾ നടപ്പാക്കുന്നതിൽ ഗവൺമെൻറ്റുകൾക്ക് എന്ത് ചെയ്യുന്നു, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ്റുകൾക്ക് ഇത് സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ഇതാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് NDDB എന്തൊക്കെയാണ്, NDDBയുടെ ലക്ഷ്യങ്ങൾ നോക്കാം. ഒന്നാമത്തത് പറയുന്നത് ടു അസിസ്റ്റ് ഫോർ സ്റ്റാർട്ടിങ് ആനന്ദ് മോഡൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, ആപ്കോസ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ നൽകുക. അല്ലെ, ആപ്കോസ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ നൽകുക. ആനന്ദ് മോഡൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകൾ സ്ഥാപിക്കുന്നതിനുള്ള സഹായങ്ങൾ നൽകുക. ടു സ്റ്റഡി ദ ഡയറി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ആൻഡ് എക്സ്റ്റൻസ് ടെക്നിക്കൽ ഗൈഡൻസ് ഫോർ ദ സൊസൈറ്റീസ്. അല്ലെ, ഓരോ സംസ്ഥാനങ്ങളുടെയും ഡയറി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട് പഠിക്കുകയും അതിന് ടെക്നിക്കൽ ഗൈഡൻസ് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അതുപോലെ ടു സ്റ്റാർട്ട് മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ് സെൻറ്റേഴ്സ്. അല്ലെ, മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ് സെൻറ്റേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ടു ഹെൽപ്പ് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡയറി പ്ലാൻസ്. അല്ലെ, ഡയറി പ്ലാനുകൾ ഡിസൈൻ ചെയ്യുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ആവശ്യമായ സഹായങ്ങൾ നൽകുക. ടു മേക്ക് ബൾക്ക് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് ആക്സസറീസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഇൻ ദ കൺട്രി. രാജ്യത്തെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകൾക്ക് അല്ലെ, ടു മേക്ക് ബൾക്ക് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് ആക്സസറീസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സിന് ആവശ്യമായ ഗുഡ്സ് ആൻഡ് ആക്സസറീസിൻ്റെ ബൾക്ക് പർച്ചേസ് നടത്തുക. സപ്ലൈയിങ് ഇൻഫർമേഷൻ അബൌട്ട് ഡയറി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അല്ല, അതെന്തിനാണ് കളക്ട് ചെയ്യുന്നത്? അല്ലെ, അത് ഗവൺമെൻറ്റുകൾക്ക് പുതിയ പദ്ധതികൾ ഉണ്ടാക്കാനും അവരുടെ നയങ്ങൾ രൂപീകരിക്കാനും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട്. അതൊക്കെ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഈ NDDB ആണ്. അപ്പോൾ NDDBയുടെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമതായിട്ട് പറഞ്ഞത് ആനന്ദ് മോഡൽ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഡയറി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട് പഠിക്കുകയും അതിന് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു പ്രവർത്തനമായിട്ട് പറയുന്നത് മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് സ്റ്റോറേജ് സെൻറ്ററുകൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ടു ഹെൽപ്പ് ഡിസൈനിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഡയറി പ്ലാന്റുകൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനാവശ്യമായ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതിനൊക്കെയുള്ള സഹായങ്ങൾ നൽകുക.
ടു മേക്ക് ബൾക്ക് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് ആക്സറീസ് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ഇൻ ദ കൺട്രി. രാജ്യത്തെ മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ആവശ്യമായ സാധനങ്ങളുടെ ബൾക്ക് പർച്ചേസ് നടത്തുക. അതുപോലെ സപ്ലൈങ് ഇൻഫർമേഷൻ അബൌട്ട് ഡയറി ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്. ഡയറി ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം, കളക്ട് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എന്തിൻ്റെ മറ്റേ NDDBയുടെ പ്രവർത്തനങ്ങളായിട്ട്, ലക്ഷ്യങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് NDDBയെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ പറയുന്നത് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ഡയറി കോപ്പറേറ്റീവ്സ്. ഡയറി കോപ്പറേറ്റീവ്സ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി പറയുന്നത്. ഒന്നാമത്തത് ഇനാഡിക്വേറ്റ് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ്. ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ടിൻ്റെ കുറവ്, അല്ലെ സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളുടെ അല്ലെങ്കിൽ പിന്തുണയുടെ കുറവ്. അതെന്താണ് ഇവിടെ പറയുന്നത് ചോദിച്ചാൽ, നമുക്കറിയാം ഡയറി സൊസൈറ്റികൾ ക്ഷീര കർഷകരുടെ ജീവിത നിലവാരം വളർത്തുന്നതിലും മിൽക്ക് പ്രൊഡക്ഷൻ അല്ലെ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിലും സുസ്ഥിരമായ സേവനമാണ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെ വളരെ നമ്മൾ അവർ എന്താ പറയുക, അത്രയും നേട്ടം അവർക്ക് ഉണ്ട്. പക്ഷേ ഇതൊന്നും ഗവൺമെൻറ്റുകൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. അല്ലെ മിൽക്ക് ഈ ക്ഷീര സഹകരണ സംഘങ്ങളുടെ വളർച്ചയോട് കൂടിയിട്ട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സിൻ്റെ ജീവിത നിലവാരം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് മറ്റേ മിൽക്ക് പ്രൊഡക്ഷൻ വർദ്ധിച്ചിട്ടുണ്ട്. ഇതൊന്നും ഗവൺമെൻറ് വേണ്ട രീതിയിൽ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. രണ്ടാമത് പറഞ്ഞത് റീജിയണൽ ഇംബാലൻസസ് ആണ്. റീജിയണൽ ഇംബാലൻസ് നമുക്കറിയാം, ഇന്ന് ക്ഷീര ഉൽപാദനത്തിൽ, പാലുൽപാദനത്തിൽ പ്രാദേശികമായ എന്താ പറയുക ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ ഈ ഡയറി സൊസൈറ്റീസ് വളരെ കുറവാണ്. അല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ അറിയാം, എന്താ പറയുക, ഈ മറ്റേ ക്ഷീര സൊസൈറ്റികൾ അഥവാ ഡയറി സൊസൈറ്റികൾ വളരെ കുറവാണ്. അതേസമയം മറ്റ് ചില പ്രദേശങ്ങളിൽ, ഇപ്പോൾ തൃശ്ശൂർ ഭാഗങ്ങളിലേക്ക് പോയാൽ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് തന്നെയാണ് സ്ഥിതി. ചില സ്ഥലങ്ങളിൽ തീരെ ഇല്ല, മറ്റു ചില സ്ഥലങ്ങൾ വളരെ ഇൻറ്റൻസീവായിട്ടുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ ഫ്ലഡ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഗവൺമെൻറ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലെങ്ങാനോ ആണ് ഉൾപ്പെടുത്തിക്കൊണ്ടാണത് നടത്തിയത്. അപ്പോൾ ആ ഫ്ലഡ് ഓപ്പറേഷനിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൂടുതലായിട്ട് എന്താ പറയുക ക്ഷീര ഉൽപാദനത്തിൽ അവർ ആ സ്ഥലങ്ങൾ മുന്നേറി. എന്നാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് വേണ്ടത്ര ശ്രദ്ധ ഗവൺമെൻറ് പതിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഫലം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെ, ചില സ്ഥലങ്ങളിൽ വളരെ ഇൻറ്റൻസീവായിട്ട് ഈ മറ്റേ ഡയറി സൊസൈറ്റീസ് പ്രവർത്തിക്കുന്നു. അതേസമയം ബാക്കിയുള്ള സ്ഥലങ്ങൾ തീരെ ഇല്ല എന്നുള്ള അവസ്ഥയാണ്. മൂന്നാമത് പറയുന്നത് ലോ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഓഫ് ഡയറി പ്ലാന്റ്സ്. ഡയറി പ്ലാന്റ്സിൻ്റെ കുറഞ്ഞ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. അതായത് നമ്മുടെ ഡയറി പ്ലാന്റ്സിന് കൃത്യമായ രൂപത്തിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ മിൽക്ക് പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ ഇല്ല. അല്ലെ, അതിൻ്റെ കപ്പാസിറ്റി ഒരു 50% ഉപയോഗിക്കാൻ ആവശ്യമായ മിൽക്ക് പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും ഡയറി പ്ലാന്റുകളും നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ആവശ്യമായ മിൽക്ക് പോലും കിട്ടുന്നില്ല. പിന്നെ നോൺ വയബിലിറ്റി ഡ്യൂ ടു ലോസസ്. അല്ലെ, മറ്റൊന്ന് പറയുന്നത് എന്താ പറയുക, നോൺ വയബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡയറി പ്ലാന്റുകളൊക്കെ നോൺ വയബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലോ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ മൂലം. അല്ലെ, അതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നു. അല്ലെ, നമ്മൾ പറഞ്ഞു ഡയറി പ്ലാന്റുകൾക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ അവരുടെ കപ്പാസിറ്റി ഒരു 50% ഉപയോഗിക്കാൻ ആവശ്യമായ പാല് പോലും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ലോസാണ് വർഷാവർഷം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മിക്കവാറും സൊസൈറ്റികൾ നോൺ വയബിളായിട്ട് മാറുന്നു. അടുത്തത് ലാക്ക് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അല്ല, പ്രവർത്തന മൂലധനത്തിൻ്റെ കുറവ്. അല്ല, ഇത്തരത്തിലുള്ള സൊസൈറ്റികൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വർക്കിംഗ് ക്യാപിറ്റൽ, പ്രവർത്തന മൂലധനത്തിൻ്റെ കുറവ് എന്ന് പറയുന്നത്. അല്ല, അടുത്തെന്ന് പറയുന്നത് ഇന്നബിലിറ്റി ടു പേ ലോൺസ്. അല്ലെ, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ലോണുകൾ അടക്കാൻ വേണ്ടി കഴിയില്ല. ഇത്തരത്തിലുള്ള ഡയറി സൊസൈറ്റികളും അതിനാവശ്യമായ പ്ലാന്റുകളും പ്രോസസ്സിങ് യൂണിറ്റുകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് സൊസൈറ്റികൾ ലോൺ എടുത്തുകൊണ്ടാണ്. ഈ ലോണ് തിരിച്ചടക്കാൻ അവർക്ക് എന്ത് കിട്ടുന്നില്ല, വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ല. അടുത്തായിട്ട് പറഞ്ഞത് ആബ്സെൻസ് ഓഫ് റേഷണൽ പ്രൈസിങ് പോളിസി.
നല്ലൊരു പ്രൈസിങ് പോളിസി ഇല്ലാത്തത്, അല്ലേ? നല്ലൊരു പ്രൈസിങ് പോളിസിയോ പ്രൈസ് സ്ട്രക്ചറോ ഇല്ലാത്തതാണ് മറ്റൊരു പ്രശ്നമായിട്ട് പറയുന്നത്, അല്ലെ? പാലിൻ്റെ വില വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ അത് തീരുമാനിക്കണം, അല്ലാതെ സൊസൈറ്റികൾക്ക് നേരിട്ട് അത് തീരുമാനിക്കാൻ വേണ്ടി കഴിയില്ല, അതിന് മാസങ്ങൾ എടുക്കുന്നു, അല്ലേ? മാസങ്ങളെടുത്ത് വേണം അതിൻ്റെ പ്രൈസ് അതിൽ 1 രൂപയോ 2 രൂപയോ ചേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? ഗവൺമെൻറ് തലത്തിൽ തീരുമാനങ്ങൾ എടുക്കണം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറി സൊസൈറ്റികളെ വളരെ ദോഷകരമായ രൂപത്തിൽ ബാധിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് കണ്ടീഷൻ റിക്വയർഡ് ഫോർ ദ സക്സസ് ഓഫ് മിൽക്ക് സൊസൈറ്റീസ് നന്നായി പ്രവർത്തിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്നാണ് ഇനി പറയുന്നത്. ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് സപ്ലൈഡ് ബൈ ദ മെമ്പേഴ്സ് ഹാവ് ടു ബി ഇൻക്രീസ്ഡ്, അല്ലെ? മെമ്പേഴ്സ് സപ്ലൈ ചെയ്യുന്ന മിൽക്കിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യപ്പെടേണ്ടതുണ്ട്, അല്ലെ? ഇന്ന് സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും മിൽക്ക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റികൾക്ക് വിജയകരമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ദ മെമ്പേഴ്സ് മസ്റ്റ് ബി റിസീവ്ഡ് ദ പ്രൈസ് ഓഫ് മിൽക്ക് അറ്റ് റെഗുലർ ഇൻ്റർവൽ വിത്തൗട്ട് ഫെയിൽ, അല്ലെ? മെമ്പേഴ്സിന് റെഗുലർ ഇൻ്റർവെൽസിൽ കൃത്യമായ ഇടവേളകളിൽ മുടക്കം കൂടാതെ അവർ സപ്ലൈ ചെയ്ത പാലിൻ്റെ വില നൽകിക്കൊണ്ടേയിരിക്കണം, അല്ലെ? അതിനും പല സൊസൈറ്റികൾക്കും ഇന്നും കഴിയുന്നില്ല. അടുത്തായിട്ട് പറയുന്നത് ദർ ഷുഡ് ബി പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഓഫ് ടെസ്റ്റിംഗ് ഓഫ് മിൽക്ക് ടെസ്റ്റ് ചെയ്യുന്നത്, പാല് പരിശോധിക്കുന്നതിന് കൃത്യമായ സംവിധാനം വേണം, അല്ലെ? പാല് പരിശോധിക്കുന്നതിന് ആധുനികമായ സംവിധാനം ഏർപ്പെടുത്തണം, അല്ലെ? പാലിൻ്റെ ഗുണമേന്മ കുറഞ്ഞാൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? ആ പാല് ഒഴിവാക്കും. അപ്പോൾ കൃത്യമായ ഗുണമേന്മ ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ വേണം. അടുത്ത കാറ്റിൽ ഫീഡ്സ് ഓഫ് റിക്വയർഡ് ക്വാളിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ടു സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റീസ്, അല്ലെ? കൃത്യമായ ക്വാളിറ്റിയിലുള്ള ആവശ്യമായ ക്വാളിറ്റിയുള്ള കന്നുകാലി തീറ്റകൾ കൃത്യമായ അളവിൽ ലഭ്യമാക്കണം, അല്ലെ? മെമ്പേഴ്സിന് ലഭ്യമാക്കണം. അതുപോലെ ബ്രീഡ് ഓഫ് കാറ്റിൽ ഷുഡ് ബി ഇംപ്രൂവ്ഡ്, അല്ല? നമ്മുടെ നാട്ടിലുള്ള ബ്രീഡുകൾ വളരെ അത്ര ഗുണമേന്മയുള്ള ബ്രീഡുകളൊന്നുമല്ല, അല്ല? നല്ല ഇനം കന്നുകാലികളെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ അതിനെ സപ്ലൈ ചെയ്യണം. അടുത്തൊരു പറയുന്നത് വെറ്റിനറി സർവീസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ അറ്റ് വില്ലേജുകൾ, ഗ്രാമങ്ങളിൽ വെറ്റിനറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യണം, അല്ല? മൃഗസംരക്ഷണത്തിലെ മൃഗചികിത്സാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. അപ്പോൾ ഇത്രയാണ് മിൽക്ക് കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ മിൽക്ക് സൊസൈറ്റീസ്, ഡയറി സൊസൈറ്റീസിന് വിജയകരമായി പ്രവർത്തിക്കണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട നിബന്ധനകൾ അല്ലെങ്കിൽ മാർഗങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ആദ്യം പറഞ്ഞത് KCMMFൻ്റെ മിൽമയുടെ പ്രൊഡ്യൂസറായിട്ടുള്ള KCMMFൻ്റെ മാനേജ്മെൻറ്റാണ്. അതിനുശേഷം നമ്മൾ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതുപോലെ അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ടും, അല്ലെ? ആ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ ഡയറി സൊസൈറ്റീസിന് വിജയകരമായി എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ചും നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.